പുതുവർഷം പിറക്കുമ്പോൾ ലോകമെങ്ങും ചർച്ച നടക്കുന്ന പ്രധാന കാര്യങ്ങളിലൊന്ന് ഭാവിയിലെ ആയുധങ്ങളെക്കുറിച്ചാണ്. വെറും പവർ എന്നതിന് ഉപരിയായി AI സാങ്കേതിക വിദ്യയെയും സോഫ്റ്റ്വെയറുകളെയും വിശ്വസിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലേക്കാണ് ലോകം ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാന ചർച്ചയാകുന്ന ഒന്നാണ് വ്യാപകമാകുന്ന ലേസർ ആയുധങ്ങൾ. ഈയിടെ ബ്രിട്ടൻ ശത്രു ഡ്രോണുകളെ നിമിഷങ്ങൾക്കുള്ളിൽ ചാമ്പലാക്കുന്ന ഡ്രാഗൺ ഫയർ ലേസർ ഡിറക്റ്റ് എനർജി എന്ന ആയുധം പുറത്തിറക്കിയിരുന്നു. ഇതോടെയാണ് ലേസർ ആയുധങ്ങൾ ഇപ്പോൾ വീണ്ടും സജീവ ചർച്ചയായി മാറിയതും. മണിക്കൂറിൽ 650 കിലോമീറ്റർ വേഗത്തിൽ കുതിക്കുന്ന ഒരു റേസിംഗ് കാറിന്റെ ഇരട്ടി വേഗതയുള്ള ഡ്രോണിനെ വെറും നിമിഷങ്ങൾക്കകമാണ് ബ്രിട്ടീഷ് റോയൽ നേവി ലേസർ കിരണം ഉപയോഗിച്ച് തകർത്തു കളഞ്ഞത്. ഈ ചർച്ചകളിൽ എല്ലാം തന്നെ ഇപ്പോൾ പ്രധാന സ്ഥാനം നേടുന്നത് ഇന്ത്യയുടെ ദുർഗ 2 ആണ്. അതെ, ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന ദുർഗ 2വിനെ പറ്റി നമുക്കൊന്ന് വിശദമായി അറിയാം. ഇന്ത്യയും അതീവ രഹസ്യമായി അവരുടെ ലേസർ ആയുധം നിർമ്മിക്കാനുള്ള കുതിപ്പിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നമ്മുടെ പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനം ദുർഗ 2 എന്ന പേരിൽ ഡ്രോണുകളെ കരിച്ചു കളയാനുള്ള ഒരു ലേസർ ആയുധത്തിന്റെ രൂപരേഖ തയ്യാറാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. 2027 ഇന്ത്യയുടെ ദുർഗ 2 എന്ന ലേസർ ആയുധം പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നതായുള്ള റിപ്പോർട്ടുകളും പലരും പുറത്തിറക്കുന്നുമുണ്ട്. എങ്കിലും ഇക്കാര്യം സ്ഥിരീകരിക്കാൻ ആയിട്ടില്ല. ഇതിന് 20 കിലോമീറ്റർ വരെ അകലെയുള്ള ഡ്രോണുകളെ ലേസർ രശ്മി അയച്ച് തകർക്കാൻ കഴിയുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. 100 കിലോ വാട്ട് ഭാരമുള്ള ലേസറാണ് ഇതിൽ ഉപയോഗിക്കുക. ഈ ലേസർ ആയുധമായ ദുർഗ യുദ്ധക്കപ്പലിലോ യുദ്ധവിമാനങ്ങളിലോ ഒക്കെ ഘടിപ്പിക്കാവുന്നതുമാണ്. ഇത് യാഥാർത്ഥ്യമാക്കാൻ $10 കോടി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. പണം വൈകാതെ അനുവദിക്കുമെന്നാണ് കരുതുന്നതും. 2000 മുതൽ തന്നെ ലേസർ ആയുധം വികസിപ്പിക്കാൻ DRDO ആരംഭിച്ചിരുന്നു. ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ പദ്ധതിയുമായിരുന്നു ദുർഗ. ഈ ദുർഗ പദ്ധതിയുടെ ഭാഗമായി 5 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തെ തകർക്കാനുള്ള 25 കിലോ വാട്ട് ലേസർ ആയുധം DRDO വികസിപ്പിച്ചുമിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്തിനിണങ്ങുന്ന കൂടുതൽ പ്രഹരശേഷിയുള്ള ലേസർ ആയുധം വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദുർഗ 2 പദ്ധതി ആരംഭിച്ചത്. DRDO വികസിപ്പിക്കുന്ന അത്യാധുനിക ലേസർ ആയുധമായ ദുർഗ 2 ഡ്രോണുകൾ, മിസൈലുകൾ, പീരങ്കി ഷെല്ലുകൾ എന്നിവയെ കരിച്ചു കളയാൻ കഴിവുള്ള 100 കിലോ വാട്ട് ശേഷിയുള്ള ഭാരം കുറഞ്ഞ ഡയറക്റ്റഡ് എനർജി വെപ്പണാണ്. 2025 ഇതിന്റെ സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പരീക്ഷണങ്ങൾ വിജയകരമായി തന്നെ നടന്നിട്ടുമുണ്ട്. പ്രധാന പ്രത്യേകതകളും നമുക്കൊന്ന് നോക്കാം. ഡ്രോണുകൾ, മിസൈലുകൾ, ഫൈറ്റർ ജെറ്റുകൾ, പീരങ്കി ഷെല്ലുകൾ തുടങ്ങിയവയെ തടയാൻ കഴിയുന്ന മൾട്ടി പ്ലാറ്റ്ഫോം പ്രതിരോധം നൽകുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. വിമാനങ്ങൾ, കപ്പലുകൾ, കരയിൽ സ്ഥാപിക്കാവുന്ന വാഹനങ്ങൾ എന്നിവയിൽ സംയോജിപ്പിച്ച് ഉപയോഗിക്കാൻ ഇത് സാധിക്കും. ദുർഗ 2 പദ്ധതി അതീവ രഹസ്യമായി മുന്നേറുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. അതിന്റെ ഭാഗമായി 2025 ആഗസ്റ്റിൽ ഈ സംവിധാനത്തിന്റെ സംയോജിത പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായും ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പ്രധാന പ്രത്യേകത ഇതിന്റെ വേഗമാണ്. അതിവേഗം, അതായത് പ്രകാശത്തിന്റെ വേഗതയിൽ ദുർഗ 2 അയക്കുന്ന ലേസർ ലക്ഷ്യത്തിലെത്തും. വളരെ കൃത്യതയോടെ ലക്ഷ്യം ഭേദിക്കാനും കഴിയും. ചൈന, പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളുടെ ഡ്രോൺ, മിസൈൽ, ഷെൽ ഭീഷണികളെ നേരിടാൻ ദുർഗ 2 ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ സാങ്കേതിക വിദ്യ ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്നും ഭാവിയിലെ യുദ്ധങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുമെന്നുമാണ് നിരീക്ഷകർ പ്രതീക്ഷ പങ്കുവെക്കുന്നത്. യുദ്ധ സാങ്കേതികതയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത അഥവാ ആത്മനിർഭരത കൈവരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇന്ത്യ. ഓരോ ദിവസവും ഇന്ത്യൻ സൈന്യം തങ്ങളുടെ പരിശീലനങ്ങളും പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയുമാണ്. രാജ്യത്ത് കര, നാവിക, വ്യോമസേനകൾക്ക് കരുത്തേകാൻ 79,000 കോടി രൂപയുടെ പ്രതിരോധ ഇടപാടുകൾക്ക് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇടപാടുകൾക്കുള്ള അനുമതി നൽകിയത്. ഏത് കാലാവസ്ഥയിലും വ്യോമസേന യുദ്ധവിമാനങ്ങളുടെ പ്രവർത്തനം കൃത്യമാക്കാൻ ഓട്ടോമാറ്റിക് ടേക്ക് ഓഫ് ലാൻഡിംഗ് റെക്കോർഡിംഗ് സിസ്റ്റം, ശത്രു വിമാനങ്ങളെ തകർക്കാനുള്ള അസ്ത്ര മിസൈലുകൾ, തേജസ് പൈലറ്റുമാരുടെ പരിശീലനത്തിന് ഫുൾ മിഷൻ സിമുലേറ്റർ, വ്യോമസേനയുടെ ആക്രമവീര്യം കൂട്ടാൻ ഇസ്രയേൽ നിർമ്മിത സ്പേസ് 1000 ബോംബ് കിറ്റുകൾ എന്നിവയും ഇടപാടുകളിൽ ഉണ്ട്. അതിനും അനുമതി ലഭിച്ചിട്ടുമുണ്ട്. ഇതിനൊക്കെ ഒപ്പം തന്നെ ദുർഗ 2വിലും വൻ പ്രതീക്ഷയാണ് പ്രതിരോധ രംഗം ഒരുക്കുന്നത്.